അല്ലാഹു പറയുകയാ വകസീറും മിനന്നാസ് ജനങ്ങളിലധികം പേര് പടച്ചവനെ അവരും അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിനെ സുജൂദ് ചെയ്തുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ സുജൂദ് ചെയ്യാത്ത എന്താണ് ഈ ദുനിയാവിലുള്ളത്? എല്ലാം അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിനോട് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുകയാണ്. ആ അസ്തമിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്ന അബൂ ദറേ, ഈ സൂര്യൻ എവിടെയാണ് പോകുന്നതെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ അബൂ ദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു അല്ലാഹു വ റസൂലുഹു അലം. നബിയേ, എനിക്കറിയില്ല നബിയേ. അവിടെന്ന് പറഞ്ഞു തന്നാലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ് പടച്ചവനെ സൂര്യൻ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിന്റെ അധിപനായ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന് ഈ കാണുന്ന സൂര്യൻ അവിടെന്ന് സുജൂദ് ചെയ്യുന്നുണ്ട്. അത് അല്ലാഹുവിനെ സുജൂദ് ചെയ്യും, തിരിച്ചു വരുമെന്ന് നബി തങ്ങൾ അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ് തബഅൻ വ കർഹൻ വ ദിലാലുഹും ബിൽ ഉദൂവി വൽ അസാ. പരിശുദ്ധമായ ഖുർആൻ അതിനെക്കുറിച്ച് അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾ സൂര്യന് മാത്രമല്ല നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, വൃക്ഷങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്. വന്നജ്മു വസ്സജറു യസ്ജുദാ. പടച്ചവനെ വൃക്ഷങ്ങളും അതുപോലെ തന്നെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും എന്തിനാ മലക്കുകൾ പോലും അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണല്ലോ മലക്കുകൾ. ആ മലക്കുകൾ പോലും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും പടച്ച റബ്ബിനെ അവിടുന്ന് സുജൂദ് ചെയ്യുകയാ. എല്ലാവരും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. പടച്ച റബ്ബിനെ സുജൂദ് ചെയ്യാത്ത ഒരു ചരാചരവും ഈ ഭൂമിയിലില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എല്ലാവരും സുജൂദ് ചെയ്യുന്നവരാണ്. ഓരോ ദിവസവും പടച്ചവനെ നമസ്കരിക്കുന്ന സമയത്ത് 5 നേരം നിസ്കരിക്കുമല്ലോ. അതിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിക്കുമല്ലോ. അതുപോലെ ദുഹാ നിസ്കരിക്കുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, തസ്ബീഹ് നിസ്കരിക്കുന്നവർ, പടച്ചവനെ ഒരുപാട് നിസ്കാരങ്ങൾ ഞാനും നിങ്ങളും നിസ്കരിക്കുമല്ലോ. പക്ഷേ ഒരു മനുഷ്യന് സുജൂദ് ചെയ്താ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ സഹോദരാ? ഈ പ്രതിഫലം പഠിച്ചിട്ട് വേണം നീ സുജൂദ് ചെയ്യാൻ. ഇന്നുവരെ ചെയ്തതുപോലെയല്ല. പടച്ചവനെ രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമല്ലോ, പള്ളിയിലേക്ക് കടന്നു വരുമല്ലോ, നിങ്ങളെ വീട്ടിൽ നമസ്കരിക്കുമല്ലോ. പടച്ചവനെ നമസ്കരിക്കുന്ന സമയത്ത് ഇന്നുവരെ സുജൂദ് ചെയ്തതുപോലെയല്ല. ഒരാള് സുജൂദ് ചെയ്താ അല്ലാഹുവിന്റെ മുന്നിൽ ആരെങ്കിലും സുജൂദ് ചെയ്താൽ ആ സുജൂദ് ചെയ്യുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. സുജൂദ് ചെയ്താൽ അല്ലാഹു അവന് 10 പ്രതിഫലം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ് പടച്ചവനെ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. സുജൂദിന്റെ അടയാളമുണ്ടല്ലോ, സുജൂദിന്റെ അടയാളമുണ്ടല്ലോ. അല്ലാഹു അവന്റെ മുഖത്ത് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ
ഖുർആൻ പറയുകയാ, സുജൂദിന്റെ അടയാളം ഒരു മനുഷ്യന്റെ മുഖത്ത് കാണാമടോ. 5 നേരം നിസ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ പടച്ചവനെ സുജൂദിന്റെ അടയാളം കാണുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ വാപ്പമാര് ചിന്തിക്കുന്നു, ഉസ്താദേ ഞാൻ ഒരുപാട് കാലം കൊണ്ട് നിസ്കരിക്കുകയാണ്, എന്റെ മുഖത്ത് തഴമ്പില്ലല്ലോ, എന്റെ മുഖത്ത് എന്റെ നെറ്റിത്തടത്തിൽ തഴമ്പില്ലല്ലോ. പടച്ചവനെ അതല്ലടോ സുജൂദിന്റെ അടയാളം. സുജൂദിന്റെ അടയാളം എന്ന് പറഞ്ഞ പടച്ചവനെ ഈമാനിന്റെ ഒരു പ്രകാശമുണ്ടല്ലോ, ഈമാനിന്റെ ഒരു വെളിച്ചമുണ്ടല്ലോ. ചിലരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാ ചെറുപ്പക്കാരാ, അവരെ കാണുമ്പോ തന്നെ അറിയാ. ചിലരുടെ മുഖത്ത് നോക്കിയാൽ വല്ലാത്ത ഒരു പ്രകാശമാണ്, ഈമാനിന്റെ ഒരു ചൈതന്യമുണ്ടല്ലോ. പടച്ചവനെ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സുബഹി നമസ്കരിക്കാത്തവനെ കണ്ടാൽ തന്നെ തിരിച്ചറിയാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ പ്രകാശം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എടോ സുബഹി നമസ്കരിച്ച ഒരു ദിവസം നീ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്റെ മുഖമൊന്ന് നോക്ക്, ഒരു വല്ലാത്ത പ്രകാശമാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിൽ കിടന്നപ്പോ അതിനു പകരമായിട്ട് അല്ലാഹു കൊടുത്ത ഒരു അടയാളമാണ്. പടച്ചവനെ അവരുടെ മുഖത്ത് കാണുന്ന ഒരു ചൈതന്യമുണ്ടല്ലോ, അവരുടെ മുഖത്ത് കാണുന്ന ഈമാനിന്റെ ഒരു വെളിച്ചമുണ്ടല്ലോ, അവരുടെ മുഖത്ത് കാണുന്ന ഒരു ഐശ്വര്യമുണ്ടല്ലോ, അത് സുജൂദ് ചെയ്തതിന് പടച്ച റബ്ബ് കൊടുത്തതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അത് ദുനിയാവിലെ മാത്രമല്ലല്ലോ. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഉമ്മതി യൗമൽ ഖിയാമത്തി ഖുർറൻ മിനസ് സുജൂദ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നബി തങ്ങൾ പറയുകയാ, സുജൂദ് ചെയ്ത മനുഷ്യ നിന്റെ മുഖം പ്രകാശിക്കുകയാ. അല്ലാഹുവിന്റെ മുമ്പിൽ താഴ്ത്തിയ നിന്റെ തലയുണ്ടല്ലോ, നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, ആ മുഖം പ്രകാശിക്കുന്ന രീതിയിലാണ് പരലോകത്തേക്ക് പടച്ച റബ്ബ് നിന്നെ കൊണ്ടുവരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ പടച്ചവനെ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സുജൂദ് ചെയ്താൽ ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എല്ലാരും പടച്ചവനെ പറയുന്ന ഉസ്താദേ ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും രോഗങ്ങളുമല്ല ഞാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്ന ഉസ്താദേ, അല്ലാഹു എന്റെ ദുആയ്ക്ക് ഉത്തരം തരുന്നില്ലല്ലോ, എന്റെ പ്രയാസം മാറുന്നില്ലല്ലോ, എന്റെ ദുഃഖം മാറുന്നില്ലല്ലോ, എന്റെ രോഗം മാറുന്നില്ലല്ലോ, എന്റെ കച്ചവടത്തിൽ ബറക്കത്ത് വരുന്നില്ലല്ലോ, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടുന്നില്ലല്ലോ, എനിക്ക് വർഷങ്ങളായിട്ട് മക്കളില്ലല്ലോ, പടച്ചവനെ എനിക്കൊരു നല്ല ജീവിതമില്ലല്ലോ. പരാതി പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമേതെന്നറിയോ? അല്ലാഹു പറയുകയാ, കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അത് സുജൂദിൽ കിടക്കുന്ന സമയമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരാള് സുജൂദിൽ കിടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ അടുപ്പത്തിലാകുന്നത്. അല്ലാഹുവിനോട് അടുക്കുന്ന സമയമാണോ സുജൂദ് ചെയ്യുന്ന സമയം. അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത്, എന്റെ മുമ്പിലല്ലാതെ ലോകത്തൊരാളുടെ മുമ്പിലും നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല, അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ. അതുകൊണ്ട് നിങ്ങൾ ആ
സമയത്ത് ദുആഇനെ വർദ്ധിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് ദുരിതങ്ങളെ കുറിച്ച് സങ്കടം പറയുന്നവര് ഇന്നുവരെ നീ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ജീവിതത്തിലെ പ്രയാസം മാറണോ, നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറണോ, ഒരിക്കലെങ്കിലും നീ ഒന്ന് സുജൂദിലേക്ക് വീട്. എല്ലാ അവയവങ്ങളും സുജൂദിൽ 7 അവയവമാണല്ലോ. ഈ അവയവങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നീ താഴ്ത്തി അങ്ങ് വെച്ചിട്ട് ആ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവോട് പറ, മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിന്റെ വേളയാ. അതുകൊണ്ട് ദുആ ചെയ്താ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവരോട് നിങ്ങളോട് പറയുകയാ, നിങ്ങൾ സുജൂദ് ചെയ്യടോ. ആ സുജൂദിന്റെ വേളയിലാണ് ദുആ ചെയ്യേണ്ടത്. അഹങ്കാരമില്ലല്ലോ, നിനക്ക് താഴ്മയാണല്ലോ, നീ അല്ലാഹുവിന്റെ അടിമയാണല്ലോ, ആരും കാണുന്നു എന്നുള്ള ചിന്തയില്ലല്ലോ. എല്ലാം കളഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ എന്റെ റബ്ബും ഞാൻ നിന്റെ അടിമയുമാണെന്ന് പടച്ചവനോട് പറഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്താ അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ ജീവിതത്തിലെ പ്രയാസം പറയുന്ന വാപ്പാ, കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ, നിന്റെ രോഗം മാറണോ, നിന്റെ കടം മാറണോ, കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്ന പെങ്ങള് പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പടച്ചറപ്പിന്റെ മുന്നിൽ ലൈറ്റ് അണച്ചിട്ട് നിസ്കാരപ്പായിൽ സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറനാഥാ, അല്ലാഹുവേ നീ എനിക്ക് മക്കളെ തരണേ അല്ലാ, എന്റെ കടം മാറ്റണേ അല്ലാ, എന്റെ മക്കളെ നന്നാക്കണേ അല്ലോ, എനിക്ക് നല്ല ഒരു ജീവിതം തരണേ അല്ലോ, എന്നെ അറുത്ത് മുറിക്കല്ലേ അല്ലാ, എന്റെ ജോലിയിൽ അഭിവൃദ്ധി തരണേ അല്ലോ, എല്ലാവിധ ശർറ മുസീബത്തുകളും മാറ്റണേ അല്ലോ. സുജൂദിൽ കിടന്ന് കരയടോ, സുജൂദിൽ കിടന്ന് ദുആ ചെയ്യടോ, നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. സുജൂദിൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം എന്താ? നിന്റെ പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ പോരെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായി പരസ്യമായി ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കഴുകിക്കളയാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു മനുഷ്യൻ ഉളുവെടുത്തിട്ട് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുകയാണ്. പടച്ച റബ്ബേ, ആ മനുഷ്യൻ സുജൂദിലേക്ക് ചെന്നാൽ അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അവന്റെ പിരടിയുടെ മുകളിൽ വരികയാണ്, അവന്റെ തലയുടെ മുകളിലേക്ക് വരികയാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും നിന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. നീ സുജൂദിലേക്ക് ചെന്നാ, നീ സുജൂദിലേക്ക് വീണാ, നിന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. റബ്ബേ, പാപം പൊറുക്കുന്ന ഒരു എളുപ്പ വഴിയാണ്, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനുള്ള എളുപ്പ വഴിയാണ് റബ്ബേ സുജൂദ് ചെയ്യലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നീ സുജൂദിനെ ദീർഘിപ്പിക്കാൻ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ എഴുന്നേറ്റ് ഓടല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ, സുജൂദിൽ കിടക്കടാ ചെറുപ്പക്കാരാ. കള്ളു കുടിച്ചല്ലോ, കഞ്ചാവടിച്ചല്ലോ, മയക്കുമരുന്ന് ഉപയോഗിച്ചല്ലോ, ഒരുപാട് നിസ്കാരങ്ങളെ കഥയാക്കിയല്ലോ, വ്യഭിചരിച്ചില്ലേ ചെറുപ്പക്കാരാ, പലിശ തിന്നില്ലേ ചെറുപ്പക്കാരാ, പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് എന്തെല്ലാം പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തവനാ. ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകണ്ട്, ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകി ശുദ്ധമാകണ്ട്, ഈ പാപങ്ങളൊക്കെ പൊറുക്കണ്ടേ മോനെ.
ഒരു മനുഷ്യന് സുജൂദിൽ കിടന്ന അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നിസാരമല്ല ചെറുപ്പക്കാരാ. നിസ്കാരമെന്ന് പറയുന്നത് നിസാരമല്ല, സുജൂദ് എന്ന് പറയുന്നത് നിസാരമല്ല. സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ അവയവങ്ങളെല്ലാം സുജൂദ് ചെയ്യണമല്ലോ. നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, നിന്റെ മൂക്കുണ്ടല്ലോ, രണ്ട് കൈപ്പത്തിയുണ്ടല്ലോ, കാലിന്റെ മുട്ടുകളുണ്ടല്ലോ, കാലിന്റെ വിരലുകളുണ്ടല്ലോ, ഇതെല്ലാം സുജൂദ് ചെയ്യണേ, ഇതെല്ലാം സുജൂദ് ചെയ്യണേ. ഇതിലെ ഏതെങ്കിലും ഒരു അവയവം നീ ഒഴിവാക്കിയാൽ അവയവം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ ഇവന് സുജൂദ് ചെയ്യാൻ എന്നെ സമ്മതിക്കുന്നില്ല അല്ലാ. സുജൂദ് ചെയ്യാൻ വിടാത്തതിന്റെ പേരില് മൂക്ക് നീ ഭൂമിയിൽ മുട്ടിച്ചില്ലെങ്കിൽ ആ മൂക്ക് കരയുകയാണ്, നിനക്കെതിരെ ദുആ ചെയ്യുകയാ. നിങ്ങൾക്ക് സുജൂദിന്റെ വിലയറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്റെ ചാരത്തൊരു മലക്ക് നൽകുകയാണ്. ഒരാള് നമസ്കരിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്ന അതാ ഒരു മലക്ക് അവന്റെ വലതു ഭാഗത്ത്, ഇബ്ലീസ് ഇടതു ഭാഗത്ത്. പടച്ചവനെ, നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഇഖ്ലാസോടെ ആത്മാർത്ഥമായി പടച്ച റബ്ബേ നിസ്കരിച്ച നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യരോട്, അല്ലാഹുവേ നാളെ സുബഹിക്ക് പള്ളിയിൽ വന്ന ഖതീബിന്റെ പുറകിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു, അവിടെ നിന്ന് സലാം വീട്ടി, എന്നിട്ട് നീ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. എന്നിട്ട് മലക്ക് പറയുകയാ, മനുഷ്യ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ പാവങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഈ പോകുന്ന വഴിയിൽ നീ മരിച്ചാ സ്വർഗത്തിലാ. പടച്ചവനെ, രണ്ടാമതൊരു വിഭാഗമുണ്ട്, അവര് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ പറയുന്നു, നഷ്ടവാളി, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, പാവങ്ങൾ കഴുകിക്കളഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം പാഴാക്കി കളഞ്ഞല്ലോ. നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. തൗബ ചെയ്യാതെ അടുത്ത വഖത്തിന് മുമ്പ് നീ മരണപ്പെട്ടാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹു അവന് പദവി കൊടുക്കുകയാണ്, സ്ഥാനമാനങ്ങൾ കൊടുക്കുകയാ. അതിന്റെ മജ്‌ലിസിൽ വന്നിരുന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ പോലും പറയാ മനസ്സില്ലാതെ റോഡിലൂടെ തെക്ക് വടക്ക് കടകൾ കയറിയിറങ്ങി നടക്കുന്ന പെങ്ങള്, പർച്ചേസ് നടത്താൻ ഒരുപാട് അവസരമുണ്ട് മോള്, അതിനൊരുപാട് മാർഗമുണ്ട് മോള്. പക്ഷേ അല്ലാഹുവിന്റെ ആരിഫായ ഒരു മഹാനിന്റെ ഉറൂസിന് വന്നിട്ട്, മോളെ അല്ലാഹു നിനക്ക് ഇതുപോലെ ഒരു അവസരം തരുമ്പോ മജ്‌ലിസിനകത്ത് കയറിയിരുന്ന പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ മനസ്സില്ലാതെ നടക്കുന്ന പെങ്ങള്, എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് സ്വർഗം തരാമെന്നല്ലോ, നബി തങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നാളെ പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒടുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ഒരു മനുഷ്യനും ചിന്തിച്ചാൽ അവന് പിടികിട്ടാത്ത, നിന്റെ ചിന്തകൾക്കപ്പുറത്ത് നീയൊക്കെ സ്വപ്നത്തിൽ പോലും കാണാത്ത പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കണോ, എന്റെ കൂട്ടുകാരനാകണോ, എന്റെ സാമീപ്യം നിനക്ക് വേണോ? നബി തങ്ങൾ പറയുകയാ, നിസ്കരിക്കണോ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യ്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരായി സ്വർഗത്തിൽ നടക്കണോ ചെറുപ്പക്കാരാ?
അതിന് നീ പണം കൊടുക്കാൻ അല്ലാഹു പറഞ്ഞില്ല, ഉറക്കമൊഴിയാൻ അല്ലാഹു നിന്നോട് പറഞ്ഞില്ല, രാവും പകലും തലകുത്തിക്കിടന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹു പറയുന്നില്ല. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം 5 നേരം 5 സമയങ്ങളിൽ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിന്റെ തിരക്കുകൾ മുഴുവനും മാറ്റിവെച്ചിട്ട് പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിച്ച് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കഴിയുമോ ചെറുപ്പക്കാരാ? വാപ്പാ നിനക്ക് സമയമുണ്ടോ? എന്റെ ഉപ്പമാരെ സമയമുണ്ടോ? ഈ പള്ളിയുടെ പരിസരത്ത് കിടന്നാൽ നിസ്കരിക്കാൻ വരാത്തവരുണ്ടല്ലോ. ഇന്ന് പടച്ചവനെ ഈ നാടൊക്കെ മാറിയല്ലോ. 2 സൈഡിലും വലിയ വലിയ കടകളാണല്ലോ. ഈ കടയിലെ കച്ചവടം ചെയ്യുന്നത് ഏകദേശമുള്ളവര് മുഴുവനും മുസ്ലിമീങ്ങളാണല്ലോ. സഹോദരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ നിസ്കരിക്കാൻ എത്ര കച്ചവടക്കാരാണ് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ ചാരത്ത് കടന്നിട്ട് പോലും വരാത്ത ഒരുപാട് പേരുണ്ടല്ലോ. അതുകൊണ്ടാണോ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഒരുപാട് ദൂരമുള്ള വീടുകളിൽ നിന്ന് വാപ്പമാര് നടന്ന് നടന്ന് നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നിസ്കരിക്കാൻ വരുന്നുണ്ടല്ലോ. 5 നേരം നിസ്കരിക്കാൻ പോകുന്ന വാപ്പമാരെ കണ്ടിട്ട് പോലും നിസ്കരിക്കാൻ മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോയിട്ട് ആ സ്വർഗമൊന്ന് കാണാനോ ആ സ്വർഗത്തിൽ നിന്ന് ചോദിക്കുവാനോ ആ സ്വർഗത്തിന്റെ പരിമളം പോലും ഒന്നടിക്കാനുള്ള, ഒന്ന് ശ്വസിക്കാനുള്ള യോഗ്യതയെങ്കിലും നേടിയെടുക്കണം ചെറുപ്പക്കാരാ. അവിടെന്ന് നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ. പടച്ചവനെ, സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഉസ്താദേ കടയിൽ കച്ചവടമില്ല, വല്ലാത്ത പ്രയാസമാണ്, സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവര്, ജീവിതത്തിൽ സമാധാനമില്ലെന്ന് പറയുന്നവര്, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മളിലധികം പേർക്ക് നിസ്കരിക്കാൻ വയ്യ, പള്ളിയിൽ വരാൻ വയ്യ. ലൈന ശകറതും ലഅസീദന്നകും വലൈന കഫറതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആരാ നിനക്ക് കച്ചവടം തന്നത്? ആരാണ് നിനക്ക് കട തന്നത്? ആരാ നിനക്ക് സമ്പത്ത് തന്നത്? ആരാ നിനക്ക് ആരോഗ്യം തന്നത്? പടച്ച റബ്ബല്ലേ സഹോദരാ. നിനക്കെല്ലാം വാരിക്കോരി തന്നത് പടച്ച റബ്ബല്ലേ. അല്ലാഹുവിനെ മറന്ന, അല്ലാഹുവിനെ നന്ദി കാണിക്കാതെ വന്നാൽ, എടാ റോഡിലൂടെ നടന്നു പോകുന്ന, നിന്റെ വീടിന്റെ മുമ്പിലൂടെ, നിന്റെ കടയുടെ മുമ്പിലൂടെ സഞ്ചരിച്ചു പോകുന്ന, ആ നടന്നു പോകുന്ന ഒരു നായിക്ക് നീ തിന്നാ ഭക്ഷണം കൊടുത്തു നോക്ക്, കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തു നോക്ക്. നിന്നെ പിന്നെ എവിടെ വെച്ച് കണ്ടാലും അതവിടെ നിന്ന് വാല് കാട്ടിയിട്ട് നന്ദി കാണിക്കുമല്ലോ. പക്ഷേ നിനക്ക് അല്ലാഹു എല്ലാം വാരിക്കോരി തന്നു കഴിഞ്ഞപ്പോ ആ പടച്ച റബ്ബിന്റെ മുമ്പിൽ 5 നേരം ചെന്ന് സുജൂദ് ചെയ്യാനും മനസ്സില്ലാത്തവര്, അല്ലാഹുവിനെ തരാ മാത്രമല്ല വാപ്പാ, അല്ലാഹുവിനെ തരാ മാത്രമല്ല ചെറുപ്പക്കാരാ, തന്നത് തിരിച്ചെടുക്കാനും അല്ലാഹുവിന് പവറുണ്ടെന്ന് നീയൊക്കെ മറന്നു പോകരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ സ്വർഗം വേണോ? പടച്ചവനെ, മക്കാമിൽ നിന്ന് ഇറങ്ങുമ്പോ ഭക്ഷണം കഴിക്കുന്ന ഇസ്മായിലിന്റെ വീട്ടിൽ വെച്ച് കണ്ടപ്പോ പല ചെറുപ്പക്കാരും പറഞ്ഞു, ഉസ്താദേ ആഖിബത്ത് നന്നാകാൻ ദുആ ചെയ്യണേ, ഈമാനുള്ളവര് മരണം കെട്ടാൻ ദുആ ചെയ്യണേ. പറഞ്ഞ പല ചെറുപ്പക്കാരുടെയും പാന്റ് വല്ലാതെ കീറിക്കിടക്കുകയാണ്. ഔറത്ത് പോലും തുറന്നിട്ടിരിക്കുന്ന പാൻറിട്ട ചെറുപ്പക്കാര്, പെണ്ണുങ്ങളെ പോലെ പൊടി വളർത്തിയ ചെറുപ്പക്കാര്. പടച്ചവനെ പറയുന്നത്, ഉസ്താദേ ഈമാനുള്ള മരണത്തിന് വേണ്ടി ദുആ ചെയ്യണേ, ആഖിബത്ത് നന്നാകാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ, നീ അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. കുറ്റം പറയുകയല്ല ചെറു
ചെറുപ്പക്കാരാ, അള്ളാനോട് ഞാനും നിങ്ങളും എല്ലാവരും ചോദിക്കുന്നു, നല്ല മരണം താ, നല്ല മരണം താ. സാധാരണ മരണം പോരാ, സാധാരണ മരണം പോരാ. വെള്ളിയാഴ്ച മരിക്കണം, ഷഹീദിനെ പോലെ മരിക്കണം, ഒളുവോടുകൂടി മരിക്കണം, സ്വർഗം കണ്ടിട്ട് മരിക്കണം, തൗബ ചെയ്തിട്ട് മരിക്കണം, ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് മരിക്കണം, നബിതങ്ങളെ കാണണം, ജിബ്രീലിന്റെ സാന്നിധ്യം ഉണ്ടാകണം, മരണവേദന കുറയണം. ചെറുതൊന്നുമല്ല അള്ളാനോട് ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് അതുകൊണ്ട് പറയുകയാ, നിസ്കരിക്കുക വാപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കടാ. നിസ്കരിച്ചു കഴിഞ്ഞാ അല്ലാഹു മരിക്കുന്ന കാലം വരെ നിനക്ക് ഭക്ഷണം തരുമല്ലോ. പടച്ചവനെ, മനോഹരമായ ഒരു മരണം അല്ലാഹു തരുമല്ലോ. എടാ, ഏത് രീതിയിലും അല്ലാഹു നിനക്ക് ഭക്ഷണം തരുമല്ലോ. എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. രാവും പകലും കടന്ന് കഷ്ടപ്പെടുന്ന യുവത്തവേ, എങ്ങനെയെങ്കിലും കുടുംബത്തെ പോറ്റാൻ നെട്ടോട്ടമോടുന്ന ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹു എങ്ങനെയാണ് ഭക്ഷണം തരുന്നതിനുള്ള ചരിത്രം ഞാൻ പറഞ്ഞു തരാ. പടച്ചവനെ, ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കളെ പിടിച്ചു കൊണ്ടുവരികയാണ്. ഹുബൈബിനോട് പറഞ്ഞു, ഹുബൈബേ, മതം മാറിയിട്ട് ഞങ്ങളുടെ കൂടെ കടന്നു പാടാ. ഈ പുതിയ മതം കളഞ്ഞിട്ട് പഴയ മതത്തിലേക്ക് നീ തിരിച്ചു വാ, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും ഹുബൈബ്, നിന്നെ ഞങ്ങൾ കൊന്നുകളയും ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത്, അല്ലാഹുവിന്റെ റസൂലാണ് എനിക്ക് വലുത്. പടച്ചവനെ, ഹുബൈബിനോട് അവര് പറഞ്ഞു, ഹുബൈബേ, നിന്നെ ഞങ്ങൾ കൊല്ലുമടാ. എന്ത് പറഞ്ഞിട്ടും ഹുബൈബ് മതം മാറുന്നില്ല. അവസാനം അവര് തീരുമാനമെടുത്തു, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ. എല്ലാവരും പറഞ്ഞു, അതാ തൂക്കുകയറ് റെഡിയാക്കാൻ. ഹുബൈബിന് പച്ചവെള്ളം പോലും കുടിക്കാൻ കൊടുക്കരുത്. ഹുബൈബിനെ കൊണ്ടുപോയി ജയിലിലടയ്ക്കാൻ പറയുകയാണ്. ചെറുപ്പക്കാരനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ജയിലിനകത്ത് കൊണ്ടടച്ചിട്ടിരിക്കുകയാണ്. ഒരു തുണ്ട് കുടിക്കാൻ അല്പം വെള്ളമോ ഭക്ഷണമോ കൊടുക്കാൻ പാടില്ല. ഹുബൈബ് പട്ടിണി കിടക്കട്ടെ. ഹുബൈബിന്റെ ജയിലിന്റെ മുമ്പിലാണ് തൂക്കുകയറ് റെഡിയാക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാം. തന്റെ റൂമിന്റെ മുമ്പിൽ, തന്റെ ജയിലിന്റെ മുമ്പിൽ തൂക്കിക്കൊല്ലാനുള്ള കയറിങ്ങനെ കെട്ടുന്നത് ഹുബൈബിന് കാണാം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ജയിലിനകത്ത് കിടക്കുകയാ. അപ്പോഴാണ് ശത്രുവിന്റെ മകളുണ്ടല്ലോ, ശത്രുവിന്റെ മകളുടെ ചെറിയ കുഞ്ഞുണ്ടല്ലോ, പടച്ചവനെ, വീടിനകത്ത് നിന്ന് ഇറങ്ങി പോകുകയാണ്. ആ പാല് കുടിക്കുന്ന ചെറിയ കുഞ്ഞുണ്ടല്ലോ, ആ ചെറിയ കുഞ്ഞിങ്ങനെ നടന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അടച്ചിട്ടിരിക്കുന്ന ജയിലിനകത്ത് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, കുഞ്ഞിനെ കാണാതെ തൂക്കിക്കൊല്ലാൻ വിധിച്ചവന്റെ പെങ്ങളുണ്ടല്ലോ, പടച്ചവനെ, അവിടുന്ന് കുഞ്ഞിനെ കാണാതെ തെരഞ്ഞു നടക്കുകയാ. അവസാനം തെരഞ്ഞു വരുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിലാ കുഞ്ഞിങ്ങനെ ഇരിക്കുകയാ. ഹുബൈബ് തങ്ങളുടെ കയ്യിൽ കത്തിയുണ്ട്. ശത്രുവിന്റെ മകളുടെ മോന് കഥാ മടിത്തട്ടിലിരിക്കുകയാണ്. ആ പെണ്ണിന് വല്ലാത്ത പേടിയായി. ഹുബൈബ് എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്ന് പേടിയായി. റബ്ബേ, അവസാനം ആ പെണ്ണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ ഹുബൈബ് തങ്ങളെ നഖം വെട്ടുകയാ. തൂക്കിക്കൊല്ലാൻ പോകുകയല്ലേ, അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് നഖമിങ്ങനെ വെട്ടുകയാണ്. ഹുബൈബ് തങ്ങളുടെ മടിത്തട്ടിലാ കുഞ്ഞിരിക്കുന്നുണ്ട്. ഹുബൈബ് തങ്ങളൊന്നും ചെയ്തില്ല. ആ പെണ്ണ് പറയുകയാണ്, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ആ പെണ്ണ് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന, ഹുബൈബിനെക്കാളും നല്ല ഒരു, അതിനെക്കാളും ഹുബൈബിനെ പോലെ ഒരു നല്ല അടിമയെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഹുബൈബ് തങ്ങൾ ആ കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് നഖം വെട്ടുകയാ. എന്തിനാ? ഒരുങ്ങുകയാണ്, മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പടച്ചവനെ, ആ പെണ്ണ് പറയുകയാ, ഞാൻ ഹുബൈബിന്റെ ജയിലിനകത്ത് കടന്നു ചെല്ലുമ്പോ കടിക്കാൻ ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, ജയിലിനകത്ത്
ജയിലിനകത്ത് അടച്ചിട്ടിരിക്കുന്ന ഹുബൈബിന്റെ മുന്നിൽ ചെല്ലുമ്പോ ഹുബൈബിന്റെ മുമ്പിൽ മുന്തിരിയിരിപ്പുണ്ട്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജയിലിനകത്ത് ഹുബൈബിന്റെ മുമ്പിൽ മുന്തിരിയിരിപ്പുണ്ട്. ആ പെണ്ണ് പറയുകയാ, ആ സമയത്ത് ആ നാട്ടിൽ പോലും മുന്തിരി കിട്ടാത്ത സമയമാ. ആ നാട്ടിൽ പോലും മുന്തിരി കിട്ടാത്ത സമയത്ത് ജയിലറയ്ക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ ജയിലിനകത്തിരുന്ന് മുന്തിരി തിന്നുന്നത് ഞാൻ കണ്ടു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, ഹുബൈബിന് ഭക്ഷണം കൊടുത്തത് ആരാടാ? പടച്ച റബ്ബല്ലേ. എന്തിനാ ഹുബൈബിന് കൊടുത്തതെന്നറിയോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ, നിന്റെ അവസാനത്തെ മോഹമെന്താ? നിന്റെ അവസാനത്തെ അഭിലാഷമെന്താ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഞാൻ പറഞ്ഞാ നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? അവര് പറഞ്ഞു, നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തൂക്കിലേറ്റുന്നതിന് മുമ്പ് പറഞ്ഞ ആഗ്രഹം എന്തെന്നറിയോ? എന്നെ വെറുതെ വിടണമെന്നല്ലോ, എന്നെ കൊല്ലരുതെന്നല്ലോ. ഹുബൈബ് തങ്ങൾ പറയുന്നു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കണം, എന്നെനിക്കൊന്ന് സുജൂദ് ചെയ്യണം.